സം ആദികൾ, സംടൈംസ് ചില ആദികൾ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പം ഒരാൾ ആ ആദി കൂടി സമാധിയാവുന്നു, അതിനെ പറ്റിയിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാവുന്നു, അതൊരു കേസാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു, അതിൻ്റെ ബാക്കി സംഭവങ്ങൾ നടക്കുന്നു. ഇതിൽ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഞാൻ കണ്ടത്. ഒന്നെന്താന്ന് വെച്ചാൽ, ഒന്നതിൽ എല്ലാവരും കാണുന്നൊരു ഒരു തമാശ പാർട്ടുണ്ട്. നമുക്കതിനെ ആ തമാശ വേണ്ടത്ര ആഘോഷിക്കപ്പെട്ട് കഴിഞ്ഞുകൊണ്ട് അത് മാറ്റി വയ്ക്കാം. മറുഭാഗത്ത് ആ തമാശയുടെ അവസാനം കണ്ടൊരു തമാശ എന്നെ ആകർഷിച്ചതാണ്. അതെല്ലാവരും തമാശയായിട്ടാണ് കണ്ടത്, പക്ഷേ അത് വളരെ സീരിയസ് ആണെന്ന് ഞാൻ കരുതുന്നത്. അതിലെ അവിടെ ടാർപ്പ കെട്ടിയിരുന്ന ഒരു പാവം തൊഴിലാളിയുടെ ഒരു ചെറിയ വീഡിയോ കണ്ടു. അവൻ്റെ പ്രശ്നം ഇതൊന്നുമല്ല, അയാൾ സമാധിയായോ അതോ അത് സത്യത്തിൽ അവരെങ്ങാനും എന്തെങ്കിലും ചെയ്തതാണോ എന്നുള്ള അതൊന്നുമല്ല അവൻ്റെ പ്രശ്നം. ആ ടാർപ്പ അഴിക്കാൻ പറ്റുന്നില്ല എന്നാണ്. അത് വളരെ സീരിയസ് ആയൊരു പ്രശ്നമാണ്. പോലീസുകാരോട് പോയി പറയുമ്പം ഇപ്പോൾ അവൻ്റെ ടാർപ്പ സാധാരണ നിലയ്ക്ക് വേണേൽ അഴിച്ചുകൊണ്ട് പോകാൻ പറ്റും അവരാണെങ്കിൽ. ഇതിപ്പോൾ പോലീസുകാർ മൊത്തത്തിൽ ഏറ്റെടുത്തിരിക്കുന്നു. അവൻ പോയി SIയോട് ചോദിക്കുമ്പോൾ ഇപ്പോൾ അഴിക്കാൻ പറ്റില്ല, അതിൽ പോയിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ ടാർപ്പ എനിക്ക് തിരിച്ചു തരണം എന്ന് പറയുന്നുണ്ട്. മറ്റേ ഈ ഉണ്ടിരിക്കുന്ന ആളുകൾക്ക് പല ആദികളും വരും. ജീവിതത്തിൻ്റെ അർത്ഥം അന്വേഷിക്കാൻ തോന്നും. അതുപോലെ ഇങ്ങനെ എന്താ പറയുക, ഞാൻ സമാധി അവൻ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഈ മറ്റേ കുണ്ടലിനിയിൽ നിന്ന് മണിപൂരം, സഹസ്രപത്മം, മറ്റേ ഇങ്ങനെ സഹസ്രദളം വിരിഞ്ഞ് ഇങ്ങനെ സമാധിയിലേക്ക് ജീവകലകളെ അങ്ങനെ പല പ്രശ്നങ്ങൾ അത് ഉണ്ടിരിക്കുന്നവർക്ക് വരുന്ന പ്രശ്നങ്ങളാണ്. പക്ഷെ ഈ തൊഴിലാളിക്ക് വരുന്നൊരു പ്രശ്നം ടാർപ്പഴിക്കാൻ പറ്റുന്നില്ല. സത്യത്തിൽ മനുഷ്യ ജീവിതത്തിലെ പ്രശ്നം അതാണ്. അതിപ്പോൾ അവസാന സമാധി നടത്തിയ ഒരാളെ കണ്ടിരുന്നോ ബിജു എന്ന് എനിക്കറിയില്ല. ഒരു മഹാമണ്ഡലേശ്വർ, ശ്രീ മഹാമണ്ഡലേശ്വർ സ്വാമി ഫ്രം സൂര്യവംശം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നത്. അദ്ദേഹത്തിന് 1008 പേരുണ്ട്. അപ്പോൾ ചാനലുകൾക്ക് ഇത് മൊത്തത്തിൽ എഴുതി കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു പേര്, അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് 1008 പേരുണ്ട്. അപ്പോൾ ഈ 1008 പേരും അദ്ദേഹം ചുരുക്കി പറയുന്നത് ശ്രീ മഹാമണ്ഡലേശ്വർ സ്വാമി ഫ്രം സൂര്യവംശം എന്നാണ്. മൂപ്പരാണ് ഈ അവസാനം വീണ്ടും സമാധി അടക്കിയപ്പോൾ ഈ ഹിന്ദു സംഘടനകളൊക്കെ പാടെ അദ്ദേഹമായിരുന്നു അതിൻ്റെ ഒരു ആചാര്യൻ. അപ്പം ഇയാൾ ഈ മഹാമണ്ഡലേശ്വർ സ്വാമി ഫ്രം സൂര്യവംശമാണ്. മറ്റത് പന്തൽപ്പണി ഫ്രം തൊഴിലാളി വർഗ്ഗമാണ്. സത്യത്തിൽ പന്തൽപ്പണി ഫ്രം തൊഴിലാളി വർഗത്തിൻ്റെ പ്രശ്നമാണ് റിയൽ പ്രോബ്ലം. ഈ റിയൽ പ്രോബ്ലം അല്ലാത്തതാണ് യഥാർത്ഥത്തിൽ റിയൽ പ്രോബ്ലം എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വലിയ വിപണിയാണ് ഈ ആത്മീയ വിപണി എന്ന് പറയുന്നത്. അതിപ്പോൾ നമ്മൾ ഗോപൻ സ്വാമിയെ മാത്രമായിട്ട് കണ്ടതില്ല. അതിപ്പം ഒത്താലൊരു സമാധി അല്ലെങ്കിൽ ഒരു അലക്കുകല്ല് എന്ന നിലയ്ക്ക് കണ്ടാൽ മതി, അതത്രേ ഉണ്ടായുള്ളൂ. ഇപ്പം അത് സമാധിയായിട്ട് തന്നെ ഒക്കുമോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോഴും കാര്യങ്ങൾ നിൽക്കുന്നത്. ചിലപ്പോൾ വലിയ താമസമില്ലാതെ ബിജുവിൻ്റെ ഇവിടെയുള്ള ആളുകൾക്കെല്ലാവർക്കും പോയി സന്ദർശിക്കാവുന്ന തിരുവനന്തപുരത്തുകാർക്ക് പറ്റിയൊരു മിനി ആൾ ദൈവം അവിടെ രൂപപ്പെട്ടെന്നും വരാം. പക്ഷെ അതിൽ നമ്മൾ കാണേണ്ട ഒരു വശമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ അധികാര വികേന്ദ്രീകരണം നടത്താനായി ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. ഇപ്പോൾ അതിപ്പോഴും പൂർണ്ണമായിട്ടൊന്നുമില്ല, ഒരു വലിയ ശതമാനത്തോളം നമുക്ക് നടത്താൻ പറ്റിയെങ്കിലും അധികാര വികേന്ദ്രീകരണം നമുക്ക് നടത്താൻ പറ്റിയിട്ടില്ലെങ്കിലും നമുക്ക് ഫലപ്രദമായി നടത്താൻ പറ്റിയൊരു സാധനം ആൾദൈവ വികേന്ദ്രീകരണമാണ്. അത് നമ്മൾ നടത്തിയിട്ടുണ്ട്, ആൾദൈവ വികേന്ദ്രീകരണം. അപ്പം നമുക്ക് പണ്ടറിയാമല്ലോ, പണ്ട് കോർപ്പറേറ്റ് ആൾദൈവങ്ങളെ നമുക്കുള്ളൂ. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോർപ്പറേറ്റ് ആൾദൈവം നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് സായിബാബയായിരുന്നു. സായിബാബയെ കാണാനായി പുട്ടപർത്തി വരെ പോകണം. അപ്പോൾ പുട്ടപർത്തിയിൽ പോയി സായിബാബയെ കണ്ടുവന്ന മനുഷ്യൻ തന്നെ ഒരു മിനി സായിബാബയെ, ഒരു മിനി ദിവ്യത്വം നേരിട്ട് കണ്ട ആൾക്ക് തന്നെയുണ്ട്. പണ്ട് നമ്മുടെ ഗ്രാമത്തിലൊക്കെ സായിബാബയെ നേരിട്ട് കണ്ട അയാളുടെ കഥ വിസ്തരിച്ച് അയാൾ പറയുന്നത് കേൾക്കാൻ ആളുകൾ കൂടിയിരുന്നു. സായിബാബയെ കണ്ടുവന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്ന പ്രധാന ആൾദൈവം അമൃതാനന്ദമയിയാണ്. അമൃതാനന്ദമയി വന്ന സമയത്തെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കേരളത്തിലെ സവർണർക്ക് സുധാമണിയെ ഉണ്ടായിരുന്നുള്ളൂ, അമൃതാനന്ദമയി ഉണ്ടായിരുന്നില്ല. ആദ്യകാലത്തൊന്നും അവർ അമൃതാനന്ദമയി അംഗീകരിച്ചിട്ടില്ല. കാരണം അമൃതാനന്ദമയി ചാതുർവർണ്ണ്യം അനുസരിച്ച് അവർണ്ണയാണ്. അപ്പോൾ അവർണ്ണയായൊരു സ്ത്രീയെ ദൈവമാക്കുക എന്ന് പറയുന്നത് ഇവിടെ ബ്രാഹ്മണർക്ക് ദഹിച്ചിട്ടില്ല. പക്ഷേ പണം ആളുകളുടെ വർണ്ണം കൊണ്ടുവരും. അപ്പോൾ പണ്ട് മേനോൻ വിളിക്കുക എന്ന് പറയും. രാജാവിന് ആരെ വേണമെങ്കിൽ മേനോനാക്കാമായിരുന്നു, നായരെ കയറ്റി മേനോനാക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അതുപോലെ ഈ പണം വന്നു കഴിഞ്ഞാൽ സ്വയം നമുക്ക് ബ്രാഹ്മണ്യം കിട്ടും. അങ്ങനെ പണം കൊണ്ട് ബ്രാഹ്മണ്യം കിട്ടിയ ആളാണ് അമൃതാനന്ദമയി. പണം വന്നതോടുകൂടി കേരളത്തിലെ ബ്രാഹ്മണരൊക്കെ അമൃതാനന്ദമയി ഭക്തരായി. അപ്പോൾ അതൊരു കോർപ്പറേറ്റ് ദൈവമായി വളർന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ ചിന്തിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം, നമുക്ക് ഈ കേരളത്തിൽ എവിടെ ജീവിക്കുന്നവർക്ക് ഒരു 30 കിലോമീറ്റർ റേഡിയസിൽ സ്വന്തമായി ഒരു ചെറിയ ആൾദൈവം ഉണ്ട്. നിങ്ങൾക്ക് അത്രയും ദൂരം പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഇപ്പോൾ നമുക്കുള്ളൊരു സൗകര്യം അതാണ്. ഒരു 30 കിലോമീറ്റർ റേഡിയസിൽ നമുക്കൊരു ദൈവത്തെ കിട്ടാനുണ്ട്.
അത് എല്ലാ മതങ്ങൾക്കും ഉണ്ട് കേട്ടോ. അതിപ്പോൾ അങ്ങനെ ഒരു മതത്തിനൊന്നും പ്രത്യേകിച്ചില്ല. പുതിയ മുമ്പില്ലാത്ത തങ്ങൾമാർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഓരോ നാട്ടിലും തങ്ങന്മാരുണ്ട്. കറാമത്ത് ചെയ്യുക എന്ന് പറയും, ദിവ്യപ്രവർത്തികൾ. പുതിയ പുതിയ കറാമത്തുകൾ ചെയ്യുന്ന ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. സമസ്ത അടക്കമുള്ള പ്രധാന സംഘടനകളൊക്കെ ചിലപ്പോൾ ഇവരൊക്കെ കറാമത്തില്ലാത്തവരാണെന്നും ഇവർ വ്യാജരാണെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുവരത് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. സാധാരണക്കാരായ ഇഷ്ടം പോലെ മുസ്ലിം ആളുകൾ അവിടെ പോകുന്നു, മൊത്തത്തിൽ കറാമത്തിൻ്റെ കൂടെ നിൽക്കുന്നു. ഇപ്പം അവർ ജപിച്ചൂതിയ തേനൊക്കെ കിട്ടും. ഈ 5 ഗ്രാം തേൻ ഒരു ചെറിയ കുപ്പിയിലാക്കി കിട്ടും. അത് തേച്ചാൽ തലവേദന മാറും, കഴിച്ചാൽ എയ്ഡ്സും മാറും, എല്ലാ രോഗങ്ങളും മാറും. അങ്ങനെയുള്ള തേനൊക്കെ വിൽക്കുന്നുണ്ട്. 2000 രൂപയാണ് 5 മില്ലി തേനിൻ്റെ വില. അപ്പോൾ ഇങ്ങനെ പല പല ദൈവങ്ങൾ എല്ലായിടത്തും ഇറങ്ങുകയും നമ്മുടെ ചുറ്റുപാടും തന്നെ നമുക്ക് ചെറിയ ചെറിയ ദൈവങ്ങളെ കിട്ടാവുന്ന ഒരു അന്തരീക്ഷം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് ഒരാൾ ദൈവ കുടിൽ വ്യവസായം നമുക്ക് ആരംഭിക്കാൻ പറ്റുക? അത് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ചിന്തിക്കാവുന്നൊരു വിഷയമാണ്. എങ്ങനെയാണ് ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയുടെ അപ്പോൾ നമ്മൾ ഈ ഒരു വ്യവസായ സ്ഥാപനം തുടങ്ങുമ്പോൾ സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 എന്ന് ചിന്തിക്കണം എന്ന് സാധാരണ ബിസിനസ് മാനേജ്മെൻറ്റിൽ പറയും. അപ്പം അങ്ങനെ ഒരു കാര്യമുണ്ട്. ഒന്ന്, അല്പം എക്സെൻട്രിക്കായ ഒരാൾ വേണം. അല്പം, അതായത് നോംസിനനുസരിച്ച് ജീവിക്കുന്നതിനാണ് നമ്മൾ നോർമൽ എന്ന് പറയുക. അത് നോംസ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരുന്ന നോംസ് ആവാം, സൊസൈറ്റി കൊണ്ടുവരുന്ന നോംസ് ആവാം. ഇതിനൊക്കെ നമുക്ക് അനുസരിക്കാതെ അവിടെ ജീവിക്കാൻ പറ്റില്ല. നോംസിന് എതിരായിട്ട് നടക്കുമ്പോൾ നമ്മൾ അബ്നോർമൽ എന്ന് പറയും. അങ്ങനെ അബ്നോർമലായ ഒരാൾ വേണം. അതാണ് ഒന്നാമത്തെ ക്രൈറ്റീരിയ. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ മൂലധനം. അയാൾക്ക് വിവരം ഉണ്ടാവരുത്. അതൊരു യോഗ്യതയാണ് കേട്ടോ. വിവരം വലിയ അപകടമാണ്. ഇപ്പം ഹിന്ദു തത്വശാസ്ത്രങ്ങളൊക്കെ പഠിച്ചുണ്ടാക്കിയ ആളാകുമ്പോഴൊക്കെ അതൊക്കെ ഉപദ്രവമാണ്. പൈപ്പ് തുറന്നാൽ വെള്ളം വരും, വെള്ളം തുറന്നാൽ പൈപ്പ് വരില്ല, അങ്ങനെയൊക്കെയുള്ള ജീവിത തത്വങ്ങളെക്കുറിച്ചാണ് അവർ സംസാരിക്കാറുള്ളത്. ഇപ്പം ഇങ്ങനെ എല്ലാവർക്കും അറിയാവുന്ന, ആർക്കും പ്രത്യേകിച്ച് വിരോധമില്ലാത്ത കാര്യങ്ങൾ. ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാണ്, രാത്രി ഒരു സമയത്ത് അധികം TV കാണരുത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആർക്കും അതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, വിയോജിപ്പൊന്നും. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ആത്മീയ തത്വങ്ങളായിട്ടും ഒക്കെ ഇരുന്ന് കേൾക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ വേണം. വിവരക്കുറവ് പ്ലസ് സം എക്സെൻട്രിസിറ്റി, അബ്നോർമാലിറ്റി, അങ്ങനെ ഒരാൾ വേണം. അത് മാത്രം പോരാ. അതതിൻ്റെ സ്റ്റെപ്പ് 1 മാത്രമാണ്, അടിസ്ഥാനം. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് അവർ ഡെവലപ്പ് ചെയ്ത് വരുന്നൊരു ഘട്ടത്തിൽ അവരെ നമുക്ക് പ്രൊമോട്ട് ചെയ്യണം. എങ്ങനെ ഈ ബിസിനസ് പ്രൊമോഷൻ നടക്കും? ഒന്നാമത്തെ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൂറിസ്റ്റ് പ്ലേസുകൾ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. ടൂറിസ്റ്റ് പ്ലേസുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യയിലേക്ക് വരുന്ന ഒരുപാട് വിദേശികളുണ്ട്. അപ്പോൾ വിദേശികൾ പണ്ട് മുതലേ ഇന്ത്യയിൽ വരുമ്പോൾ 2-3 തരത്തിലാണ് വന്നത്. അത് നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കും. ഇപ്പോൾ കേംബ്രിഡ്ജ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയൻസ് ഇന്ത്യൻ ഹിസ്റ്ററി എഴുതുമ്പോൾ തന്നെ ഇന്ത്യക്ക് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല എന്ന് എഴുതിയ ആളുകളുണ്ട്. നമ്മൾ പറയാറുണ്ട്, ജെയിംസ് മില്ലൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് വന്നൊരു വൃന്ദമാണ് നിയോ കേംബ്രിഡ്ജ് സ്കൂൾ ഓഫ് ഫിലോസഫേഴ്സ് ആൻഡ് ഹിസ്റ്റോറിയൻസ്. നിയോ കേംബ്രിഡ്ജ് സ്കൂൾ ഓഫ് ഫിലോസഫേഴ്സ് എന്ന് പറയുന്ന വൃന്ദം എന്താണ്? അവർ പറയുക, ഇപ്പോൾ ഇന്ത്യയുടെ കാര്യം പരമദയനീയമാണ്, അത് ശരിയാണ്. പക്ഷേ പണ്ടത്തെ ഇന്ത്യ ഇതൊന്നുമല്ല കേട്ടോ. പണ്ട് ഇന്ത്യ ഭയങ്കര സംഭവമാണ്. അതെന്താണ് സംഭവം? പണ്ട് മഹർഷിമാരൊക്കെ ഗുഹകളിൽ തപസ്സിലായിരുന്നു. അവർക്ക് അതീന്ദ്രിയമായ ഒരുപാട് ജ്ഞാനങ്ങളും അത്ഭുതങ്ങളും ആണ് അവർ മൊത്തത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അവർ കായ്കനികളൊക്കെ ഭക്ഷിച്ച കാട്ടിലിരുന്ന് തപസ് ചെയ്ത് അങ്ങനെയുള്ള അത്ഭുത മനുഷ്യരാണ്. അവരുടെ ഈ പെട്ടെന്ന് കിട്ടുന്ന അതീന്ദ്രിയ ജ്ഞാനങ്ങൾ മറ്റതൊക്കെ ചേർത്താണ് അവർ വേദങ്ങൾ, ഉപനിഷത്തുക്കൾ, തത്വചിന്തകൾ, ശ്രുതികൾ, സ്മൃതികൾ, പുരാണങ്ങൾ, അതിൻ്റെയൊക്കെ പിന്നിലൂടെ വലിയൊരു പാരമ്പര്യങ്ങൾ ഇന്ത്യക്കുണ്ട്. അതായത് യൂറോപ്പിനില്ലാത്ത പ്രത്യേകമായ ജീവിതത്തിൻ്റെ നിഗൂഢാർത്ഥത്തെ കണ്ടെത്തുന്ന ഒരു മഹത്തായ പാരമ്പര്യത്തിൻ്റെ ഒരു ആയിരത്താണ്ടുകളുടെ ഒരു പാരമ്പര്യം ഇന്ത്യക്കുണ്ട്. ഈ ആയിരത്താണ്ടുകളുടെ പാരമ്പര്യമുള്ളൊരു മിസ്റ്റിക് ഇന്ത്യയെ തേടി വരുന്ന വിദേശികളുടെ പ്രവാഹം നൂറ്റാണ്ടുകളായിട്ട് ആരംഭിച്ചാണ്. അതിന്നും ഉണ്ട്. ഈ ജീവിതത്തിൻ്റെ അർത്ഥം അന്വേഷിച്ച് വരൽ. അത് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരുപാട് പേർക്കുള്ള, യൂറോപ്യൻ രാജ്യങ്ങളിലും US-ലും ഒക്കെ ഇന്നും ഉള്ളൊരു സാധനമാണ്. ചിലപ്പോൾ അതൊരു അപ്പർ മിഡിൽ ക്ലാസ് സൊസൈറ്റിയിലുള്ള അവിടുത്തെ ആളുകൾ വരുന്നുണ്ട്. അതിൻ്റെ പുറത്ത് ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറിപ്പോയ ഒരുപാട് വിദേശികളും അവിടുത്തെ ജീവിതത്തിൻ്റെ മെയിൻ സ്ട്രീമിൽ നിന്ന് പലതരത്തിൽ മാറിയവർ. അതിൽ പലരും ചിലപ്പോൾ ലഹരികൾക്ക് അഡിക്റ്റ് ആയിരിക്കാം, അതിൻ്റെ കച്ചവടക്കാർ, അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. അവിടുത്തെ കേസുകളിൽ കുടുങ്ങിയ ആളുകളുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ആളുകളുണ്ട്. അതിൽ ക്രിമിനൽസിൻ്റെ അല്ലാത്തവരുമുണ്ട്. അവരെല്ലാവരും ഇന്ത്യയിൽ വന്ന് ജീവിതത്തിൻ്റെ അർത്ഥം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അർത്ഥം അന്വേഷിക്കുന്ന ആളുകൾ വരുന്ന ടൂറിസ്റ്റ് പ്ലേസുകളിൽ പോയിട്ട് നമ്മൾ ഈ ബിസിനസ്സിൻ്റെ സെക്കൻഡ് സ്റ്റേജിൽ
അതിൻ്റെ ഒരു വിപണി ഉണ്ടാക്കണം. അവിടെ കൊണ്ടുപോയി ഇങ്ങനൊരു ദൈവമുണ്ട്, നിങ്ങളിവിടെ വന്നോളൂ. അപ്പോൾ ഇവിടെ ഒരു ചില്ലറ കിടുപിടി യോഗ, ശ്വാസം വലിച്ചു വിടുക, ഒരു മൂക്കിലൂടെ ശ്വാസം എടുത്താൽ അപ്പുറത്തെ മൂക്കിലൂടെ വിടാം, ഇങ്ങനെയൊക്കെയുള്ള വിദ്യകൾ. പിന്നെ ലളിതമായി ജീവിക്കുക എന്ന് പറയുന്നത് മഹത്തായൊരു കാര്യമാണ്, ആണല്ലോ. അപ്പം നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ബിജുവിനോട് പറയുകയാണ് ഇവിടെ തെങ്ങുമ്പ് കയറണമെന്ന് പറഞ്ഞാൽ ബിജു മടിക്കും. ഇപ്പം ഞാനെന്തൊരു അത് തെങ്ങുമ്പ് കയറുന്നത് ഞാനിപ്പോൾ എന്തൊരു തെങ്ങുമ്പ് കയറണം എന്നാലോചിക്കും. പക്ഷേ ബിജുവും ഞാനും ഒക്കെ പാടെ ഒരു ബ്രസീലിലോട്ടോ മറ്റോ ടൂറ് പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട്. അവിടുത്തെ ഒരു ആകർഷണമാണ് ഇവിടുത്തെ ട്രഡീഷണൽ ട്രീ. ഇങ്ങനത്തെ ഒരു തെങ്ങുണ്ട്, ഇതിൻ്റെ മുകളിൽ കയറുക, ഇങ്ങനെയാണ് അതിൻ്റെ പരിപാടി എന്ന് ഒരാൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മളും ഓക്കെ ഇതെന്താ പരിപാടി എന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് തെങ്ങുമ്പോൾ കയറും. ഇത്തരത്തിൽ വേറൊരു നാട്ടിൽ പോയി കഴിഞ്ഞാൽ ആകർഷണീയതയായി തോന്നുന്നത് അത് മനുഷ്യൻ്റെ ഒരു പ്രകൃതമാണ്. അതാണ് ഇതിൻ്റെ ആദ്യഘട്ട ചൂഷണം. അതായത് നിങ്ങൾ സാധാരണ മനുഷ്യൻ്റെ പ്രവൃത്തികൾ ഇവിടെ വന്ന് ചെയ്യുമ്പോൾ നിങ്ങൾ മഹത്തായൊരു വ്യക്തിയായി മാറുന്നു. ഇത് ഇന്ത്യയിൽ വളരെ ഫലപ്രദമായി ഉപയോഗിക്കപ്പെട്ടൊരു രാഷ്ട്രീയ ഇതായിരുന്നു ഒരു കാലത്ത്. നമുക്കറിയാമായിരിക്കും, ഇപ്പോൾ ഗാന്ധിയൊക്കെ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ സാധാരണ പണികൾ ആളുകളെ കൊണ്ട് ചെയ്യിക്കുകയൊക്കെ ചെയ്തിരുന്നു. അത്തരത്തിലുള്ളൊരു സംഭവമല്ല ഇവിടെ നടക്കുന്നത്. ഇവിടെ നടക്കുന്നത് ജീവിതത്തിൻ്റെ അർത്ഥം അന്വേഷിച്ച് വരുന്ന സായിപ്പിനെ കൊണ്ട് തറ തുടപ്പിക്കുക, പശുവിനെ കുളിപ്പിക്കുക, പാല് കറക്കാൻ പഠിപ്പിക്കുക. അപ്പോൾ പാല് കറക്കുക മാത്രമല്ല, അയാൾ ഇരുന്ന് പാല് കറക്കും. ഇരുന്ന് ഒരു പശുവിനെ പാല് കറക്കുക, അങ്ങനെ ചവിട്ടാത്തൊരു പശുവിനെ അയാൾക്കായി അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തി പാല് കറക്കുന്നുണ്ട്. പാല് കറക്കുമ്പോൾ ഒപ്പം പശുവിൻ്റെ കഥയും കാമധേനുവിൻ്റെ കഥയും, കാമധേനു എന്ന സ്വർഗത്തിലെ പശുവിൻ്റെ കഥയും, ദിലീപ ചക്രവർത്തിയുടെ കഥയും, ഒരു പശുവിനു വേണ്ടി സ്വന്തം ജീവൻ ത്യജിച്ച ഭാരതീയ പാരമ്പര്യവും ഒക്കെപ്പാട് അയാളോട് പറഞ്ഞു പിടിപ്പിച്ച് അയാളുടെ ജീവിതത്തിൻ്റെ അർത്ഥാന്വേഷണത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ മൃഗത്തിൻ്റെ പാല് കറക്കൽ എന്ന് അയാൾക്ക് അങ്ങ് തോന്നും. ഇതാണ് പരിപാടി. ഇങ്ങനെയുള്ള കുറേ പരിപാടികൾ. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു തേർഡ് സ്റ്റേജ്. അവരെ കൊണ്ട് ഇങ്ങനത്തെ പ്രവൃത്തികൾ ചെയ്യാം. ഇനി ഒരു ഫോർത്ത് സ്റ്റേജ് ഉണ്ട്. ഇതൊക്കെ ചെയ്താലും ഈ സാമാന്യ വിവരമില്ലാത്ത ഒരാളെ കൊണ്ട് ഇത്രയും വലിയൊരു ബിസിനസ് സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നമുക്കതിൻ്റെ കീഴിൽ എക്സ്പേർട്സ് ആയിട്ടുള്ള ഒരു ബിസിനസ് മാനേജ്മെൻറ്റ് ടീം വേണം. നിങ്ങൾ ഈ കോർപ്പറേറ്റ് ദൈവങ്ങളെയൊക്കെ നോക്കിക്കോളൂ. യൂറോപ്യൻ യൂണിവേഴ്സിറ്റികളിൽ നിന്നോ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ നിന്നോ വലിയ ഡിഗ്രികളുള്ള, ഹൈലി എഡ്യൂക്കേറ്റഡായ, വളരെ മനോഹരമായ, വളരെ സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള ബ്രിട്ടീഷ് ഇംഗ്ലീഷും ഒക്കെ ആക്സെൻറ്റിലും ഒക്കെ സംസാരിക്കുന്ന, ഈ പറയുന്ന തത്വചിന്തയൊക്കെ വളരെ ലളിതമായി വിശദീകരിക്കുന്ന വളരെ അറിവുള്ള ആളുകളാണ്. അതോടൊപ്പം അവരിതിൻ്റെ ഈ സംഭവത്തിൻ്റെ ഏറ്റവും മികച്ച ബിസിനസ് നടത്തിക്കൊണ്ടുപോകാൻ അറിയാവുന്ന ആളുകളുമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ടീമിനെ ബിൽഡ് ചെയ്യും. ആ ടീം ഉണ്ടായി വരും. സ്വാഭാവികമായിട്ട് ആ ടീമിൻ്റെ കയ്യിലെ ഒരു റബ്ബർ സ്റ്റാമ്പായിട്ട് കൂടി ഈ ദൈവം പരിണമിക്കും. സ്വാഭാവികമാണ്. ഒരു വിവരമുള്ള ആൾ വരുമ്പോൾ ഇവരെ മുകളിലൊരു ഭരണം വരും. പക്ഷേ ക്രമേണ വരുന്നൊരു കാര്യമുണ്ട്. ആദ്യമൊക്കെ ചിലപ്പോൾ ഇതിൽ ക്രിമിനൽ ആക്ടിവിറ്റീസൊക്കെ വേണ്ടി വന്നേക്കാം. ഇപ്പോൾ ഗോപൻ സ്വാമിയുടെ കാര്യത്തിൽ അതുണ്ടോ ഇല്ലയോ എന്ന സംശയം നിലനിൽക്കുന്നുണ്ടല്ലോ ഇപ്പോഴും. പക്ഷേ ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞാൽ നിങ്ങൾ ക്രിമിനലായിട്ട് തുടരേണ്ട ആവശ്യമില്ല. ക്രിമിനലിസത്തിൻ്റെ ആവശ്യമുള്ളപ്പോഴല്ലേ അത് വേണ്ടൂ. എപ്പോഴും ക്രിമിനലായിരിക്കണമെന്നില്ല. അല്ലാതെ തന്നെ ലോകത്ത് നിന്ന് എമ്പാടും പണം വരും. അതിനുള്ള വഴി എന്താ? അതാണ് ഇതിൻ്റെ ഫിഫ്ത്ത് സ്റ്റേജ്. അതായത് നാട്ടിലുള്ള ആശ്രമങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് വിദേശത്ത് ആശ്രമങ്ങൾ വേണം. യൂറോപ്യൻ രാജ്യങ്ങളിൽ, അമേരിക്കയിൽ ഒക്കെ നിങ്ങളുടെ ശാഖകൾ തുടങ്ങുകയാണ്. അപ്പം നിങ്ങൾക്ക് അർത്ഥം അന്വേഷിച്ച് ഇതുവരെ വരണ്ട. അവരടുത്ത് തന്നെ പോയി അവർക്ക് അർത്ഥം അന്വേഷിക്കാം. അപ്പോൾ അവരവിടെ തന്നെ പോയി അർത്ഥം അന്വേഷിക്കുമ്പോൾ അർത്ഥം അർത്ഥം ഇങ്ങോട്ട് വരും. അപ്പോൾ അവരവിടെ അർത്ഥം അന്വേഷിക്കുന്നു, ഇവിടെ അർത്ഥം കുമിഞ്ഞു കൂടുന്നു. അത് ഡോളർ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ, യൂറോ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫിഫ്ത്ത് സ്റ്റേജ് ഉണ്ട് ഈ ബിസിനസ്സിൻ്റെ. എന്താണ് ചാരിറ്റി? ഈ ഒരു ചോദ്യമുണ്ട്. അതായത് നമ്മൾ ആരെങ്കിലും ഒരാളുടെ പോക്കറ്റിൽ നിന്ന് 500 രൂപ പോക്കറ്റ് അടിക്കുന്നു, ലിറ്റററി ഒരാളുടെ പോക്കറ്റിൽ നിന്ന് മോഷ്ടിക്കുന്നു. അതാണല്ലോ പോക്കറ്റടി. എന്നിട്ട് നമുക്ക് ആ 500 രൂപ പോക്കറ്റ് അടിച്ചല്ലോ എന്ന പാപം നമ്മൾ ഒഴിവാക്കാനായി നമ്മൾ ഒരാൾക്കൊരു ബിരിയാണി വാങ്ങിക്കൊടുക്കുന്നു 100 രൂപയ്ക്ക്. 400 രൂപ നമ്മുടെ പോക്കറ്റ് കിടക്കുന്നു. അപ്പോൾ നമ്മളൊരു പുണ്യാത്മാവാകുമോ ഇല്ലയോ? ഇതൊരു ചോദ്യമാണ്. മാത്രമല്ല 100 രൂപയ്ക്ക് ബിരിയാണി വാങ്ങിക്കൊടുത്ത ഒരു മഹാനാണ് ഞാൻ എന്നത് ഞാൻ പബ്ലിസിറ്റിയും കൊടുക്കുന്നു. അപ്പോൾ ഇതാണോ മഹത്വത്തിൻ്റെ അടിസ്ഥാനം? ഇതാണോ ചാരിറ്റി? ഇപ്പം ചാരിറ്റിയോട് ഒരുപാട്
ചാരിറ്റി നടത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് സഹായിക്കപ്പെടുന്ന ആളുകളുണ്ട്, അതൊരു വശം ഉണ്ടാവും. പക്ഷേ ചാരിറ്റിയോട് ഒരുപാട് തരത്തിലുള്ള ക്രിറ്റിസിസങ്ങളുള്ള ഒരാളാണ് ഞാൻ. ഒരു മുതലാളിത്ത സമൂഹത്തിൽ ചാരിറ്റി വർക്ക് ചെയ്യുന്നത് എങ്ങനെ, ചാരിറ്റി എങ്ങനെയാണ് മുതലാളിത്തത്തിൻ്റെ ഒരു ടൂളായി നിൽക്കുന്നതെന്നുള്ള വിമർശനങ്ങളുണ്ട്. അത് അവിടേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. പക്ഷേ ഇത് ചാരിറ്റി ആണോ എന്നുള്ള ചോദ്യം മറ്റൊന്നാണ്. ഈ 500 രൂപ പോക്കറ്റ് അടിച്ച് 100 രൂപയ്ക്ക് ബിരിയാണി വാങ്ങിക്കൊടുക്കുന്ന പരിപാടി ജനങ്ങളെ മുഴുവൻ ഈ തരത്തിൽ ഉള്ള ഒരു തികച്ചും വ്യാജമായ പ്രതീതികളുടെ ഒരു ലോകം സൃഷ്ടിച്ച് ഉണ്ടാക്കുന്ന പണം, അതിൻ്റെ മുകളിൽ ചെയ്യുന്ന നിയമവിരുദ്ധവും പലപ്പോഴും നിഗൂഢവുമായ അനേകം പ്രവർത്തനങ്ങൾ, ഇവയ്ക്കൊക്കെയുള്ള മറയായിട്ട് കുറച്ച് പേരെ സഹായിക്കുന്നു. അപ്പം ഞാൻ സഹായിക്കുമ്പോൾ 2 കാര്യങ്ങൾ സംഭവിക്കും. സഹായത്തിൻ്റെ ഒരു പബ്ലിസിറ്റി വലിയ തോതിൽ കിട്ടും. 2, സഹായിച്ചവരുടെയൊക്കെ വായടയും. സഹായം വാങ്ങിയ ആളുകളുണ്ടല്ലോ, അവരുടെ വായ അടഞ്ഞു പോകും. 10 കുട്ടികളെ നമ്മൾ അങ്ങോട്ട് പണം കൊടുത്ത് സഹായിച്ചു കഴിഞ്ഞാൽ അവർ ഭാവിയിൽ ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൻ്റെ മേധാവിയായി മാറുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ജീവിതകാലം മുഴുവനുള്ള ഒരു വലിയ ലോയൽറ്റി നിങ്ങളുടെ അടുത്ത് എൻഷുർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അത് അത്തരത്തിലൊരു വലിയ എന്താ പറയുക, ദീർഘകാല മൂലധനമിറക്കൽ കൂടിയാണ് ഈ ചാരിറ്റി പലപ്പോഴും നടക്കുന്നത്. കൊള്ളപ്പണം ഭൂരിഭാഗത്തിൽ നിന്ന് വാങ്ങിയിട്ട് ഒരു ചെറിയ ശതമാനമാണ് ഈ കൊടുക്കുന്നത്. ഈ കൊടുക്കുന്ന കുട്ടികൾ വളരെ വലിയ തോതിൽ ആഘോഷിക്കപ്പെടും ആദ്യം മുതലേ തന്നെ. സ്വാഭാവികമായി അവരുടെ കരിയറിന് അതിൻ്റെ ഗ്രോത്ത് ഉണ്ടാവും, നല്ല കാര്യം. ആ കരിയർ ഗ്രോത്ത് ഉണ്ടായി അവരുടെ ജീവിതകാലം മുഴുവൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലോയൽറ്റി ഇപ്പുറത്തത് ഉറപ്പുവരുത്തപ്പെടുകയും ചെയ്യും. ഇങ്ങനെ ഒരു പരസ്പരമുള്ള ആദാന പ്രദാനങ്ങളുടെ, കൊടുക്കൽ വാങ്ങലുകളുടെ ഒരു കോക്കസ് ആയിട്ടാണ് ഇത് നിലനിൽക്കുന്നത്. പിന്നെ എന്താണെന്നറിയാമോ, ഇങ്ങനെ സ്റ്റെപ്പ് 1ഉം സ്റ്റെപ്പ് 2 ഒക്കെ ആയിട്ട് കുറേ സംഭവം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് കൈവിട്ടു പോകും. അപ്പം അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ മറ്റേ തിരുവണ്ണാമലയിലെ മറ്റേ ഒന്ന് ഉദിച്ചു വന്ന മറ്റേ സ്വാമി. ഇപ്പം അദ്ദേഹം കൈലാസത്തിൽ സ്വന്തമായി കൈലാസം ഉണ്ടാക്കിയിട്ട് ഒരു ദ്വീപിലാണ്. സ്വാമി നിത്യാനന്ദ എന്നുള്ള സ്വാമി ഉണ്ടല്ലോ, മൂപ്പർ അതിൻ്റെ ഒരു ഉദാഹരണമാണ്. പൈനാപ്പിൾ സ്വാമി എന്നാണ് ആദ്യം അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അതായത് തിരുവണ്ണാമല എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഒരുപാട് എക്സെൻട്രിക്കായ ആളുകളുടെ ഒരു കേന്ദ്രമായിട്ട് കാലങ്ങളായി. ഇപ്പം രമണ മഹർഷിയെ പോലെയൊക്കെയുള്ള സന്യാസിമാർ ജീവിച്ചിരുന്ന ഒരു സ്ഥലമാണ് അവിടെ. അപ്പം ഒരുപാട് അങ്ങനെ, പിന്നെ ഒരുപാട് മഹാക്ഷേത്രങ്ങളുള്ള ഒരു സ്ഥലമാണ്. അവിടെയുള്ള ചെറിയ ഗുഹകളിലൊക്കെ ആയിട്ട് തപസ് ചെയ്യുക, അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. അപ്പോൾ അവിടെയാണ് ഇയാൾ വളരുന്നത്. അവിടെ നിന്ന് എന്തൊക്കെയോ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്ത് അവിടുന്ന് ഓടിപ്പിക്കപ്പെടുന്നു, പല സ്ഥലങ്ങളിലും ഓടിപ്പിക്കപ്പെടുന്നു. അങ്ങനെ അവസാനം ചെന്നൈയിൽ എത്തപ്പെടുന്നു. ചെന്നൈയിലൊരു പണക്കാരനായ ആളുടെ ഒപ്പമാണ് അദ്ദേഹം നിൽക്കുന്നത്. ആ നിൽക്കുന്ന സമയത്ത് ഈ പണക്കാരനോട് ഇയാൾ നടത്തിയ എന്തൊക്കെയോ പ്രവചനങ്ങൾ ശരിയായി. ഇയാളുടെ ആത്മീയതയിൽ വിശ്വാസം വന്നു. നിത്യാനന്ദയ്ക്ക് ഒരു റൂമൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ പണക്കാരനായ വ്യാപാരിയുടെ പരിപാടി എന്തായിരുന്നു വെച്ചാൽ, ഒരു ദിവസം ഒരു ഭക്തൻ വന്നാൽ അതിന് 100 രൂപ ആണ് ഇയാൾക്കുള്ളത്, നിത്യാനന്ദയ്ക്കുള്ളത്. ബാക്കി ഈ ഇൻവെസ്റ്റ്മെൻ്റ് ഇറക്കിയ വ്യാപാരിക്കാണ്. ആത്മീയതയുടെ ഒരു പരിപാടി ആലോചിച്ച് നോക്കണം കേട്ടോ. സർവ്വസംഘ പരിത്യാഗികളായ സ്വാമികളാണല്ലോ. അപ്പം ഇത് നടക്കുന്നതിനിടയിൽ കുട്ടികളുണ്ടാവാത്ത ഒരു സ്ത്രീ, കുട്ടികളുണ്ടാവാനായി വഴിപാടുമൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ കയ്യിൽ കുറേ ഫ്രൂട്ട്സുമായിട്ട് സ്വാമിയെ കാണാൻ വന്നു, കുട്ടികളുണ്ടാവണം എന്നുള്ള പ്രാർത്ഥനയായിട്ട്. അപ്പോൾ ഇദ്ദേഹം അനുഗ്രഹിച്ചതൊരു പൈനാപ്പിൾ, അത് പല ഫ്രൂട്ട്സ് ഉണ്ട്. ഈ തമിഴ്നാട്ടിലെ ആരാധനയുടെ ഒരു രീതിയാണ് ഈ തട്ടിൽ കുറേ ഫ്രൂട്ട്സ് കൊണ്ടുവരൽ. അപ്പം നിത്യാനന്ദ അപ്പം കൈവച്ചത് പൈനാപ്പിളിന് മുകളിലാണ്. പൈനാപ്പിൾ കൈവച്ച് അനുഗ്രഹിച്ചു. അവർ വീട്ടിൽ പോയി ആ പൈനാപ്പിൾ ചെത്തി കഴിച്ചത്രേ. പിന്നെ അവർക്ക് ഗർഭമുണ്ടായി. അപ്പോൾ അതോടുകൂടി നിത്യാനന്ദ കൈവച്ച് അനുഗ്രഹിച്ച പൈനാപ്പിൾ ഗർഭമുണ്ടാക്കും എന്ന് പറഞ്ഞു. പിന്നെ പൈനാപ്പിളിൻ്റെ ലോറി വന്ന് ഇയാളുടെ ആശ്രമത്തിന് മുന്നിൽ നിൽക്കുന്നു. അവിടേക്ക് കയറുന്ന സമയത്ത് പുറത്ത് ഒരു പൈനാപ്പിളിന് 20 രൂപയാണെങ്കിൽ അവിടെ 100 രൂപയാണ് പൈനാപ്പിളിന്. ഈ പൈനാപ്പിൾ വാങ്ങി അകത്ത് കയറുന്നു, ഇദ്ദേഹത്തിന് അനുഗ്രഹമാകുന്നു. സ്ഥിരമായിട്ട് പൈനാപ്പിൾ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ മുള്ളുള്ളൊരു ഫ്രൂട്ട് ആയതുകൊണ്ട് അതിന് മുകളിൽ കൈവച്ച് അനുഗ്രഹിച്ച് ഇയാളുടെ കയ്യിലൊക്കെ മൊത്തം പാടൊക്കെ ആയി. ഇതിനെപ്പറ്റിയൊക്കെ റിപ്പോർട്ട്സൊക്കെ ആ കാലത്ത് തമിഴ് പത്രങ്ങളിൽ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ വന്നിരുന്നു. പക്ഷെ പിന്നീട് ഉണ്ടാവുന്നത് സ്ഥിരമായി ഒരുപാട് വ്യക്തിപരമായ കേസുകളിൽ, സ്ത്രീ വിഷയങ്ങളിലൊക്കെ ഉള്ള കേസുകളിൽ ഇയാൾ തുടർച്ചയായി കുടുങ്ങുകയാണ്. അത് ക്രിമിനൽ ഒഫൻസുകൾ കൃത്യമായി തെളിയിക്കപ്പെടുകയാണ്. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് വന്ന അവസാനം ഒരു നിലയ്ക്കും ഇന്ത്യയിലൊരു ഭരണഘടന ഉള്ളതുകൊണ്ടും കോടതി ഉള്ളതുകൊണ്ടും നിൽക്കക്കള്ളി ഇല്ലാതാവുമ്പോഴാണ് അയാൾ ഇന്ത്യയിൽ നിന്ന് നാടുവിടുന്നത്. ഇപ്പോൾ അയാൾ സ്വന്തമായി ഒരു രാജ്യമുണ്ടാക്കി, അതിന് കൈലാസം എന്ന് പേരിട്ട് അദ്ദേഹം അവിടുത്തെ പ്രധാന ആളായിട്ട് ഇരിക്കുകയാണ്. അതിന് പാസ്പോർട്ട് അനുവദിക്കണം എന്ന് പറഞ്ഞാൽ ഐക്യരാഷ്ട്രസഭയ്ക്ക് അപേക്ഷയൊക്കെ കൊടുത്തിരുന്നു.
ഇതുവരെ അത് അനുവദിക്കപ്പെട്ടിട്ടില്ല, ഒരു രാഷ്ട്രമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ ഒരു മാറ്റമൊക്കെ ഉണ്ടാവാം. പക്ഷെ പൊതുവെ അത്തരം അബറേഷൻസ് വളരെ കുറവുള്ള ഒരു നല്ല സുരക്ഷിതമായ ഒരു ഒരു മറ്റേ സ്വയം തൊഴിൽ സംരംഭമാണ് കേരളത്തിൽ ഈ ആത്മീയ വിപണി എന്ന് പറയുന്നത്. അപ്പം അത് ഈ വികേന്ദ്രീകരിക്കപ്പെട്ട് ചെറിയ സ്ഥലങ്ങളിൽ തുടങ്ങുന്നു. അപ്പം നമ്മൾ പറഞ്ഞല്ലോ കോർപ്പറേറ്റ് ദൈവങ്ങൾ മറ്റേ ചാരിറ്റി കൊടുക്കുന്നത് ആ രീതിയിലാണെങ്കിൽ ഇപ്പോൾ ഈ വളർന്നു വരുന്ന തങ്ങളും ഓരോ നാട്ടും പുറത്തെ ചെറിയ സ്വാമികളും ഒക്കെ ഉണ്ടല്ലോ, അവരും ഇത് ചെയ്യുന്നുണ്ട്. അതാത് നാട്ടിലെ ഇപ്പോൾ ഒരു നാട്ടിൽ പുതിയ കറാമത്തുകളുമായിട്ടൊരു പുതിയ തങ്ങൾ അവതരിച്ചു കഴിഞ്ഞാൽ അയാൾ സമീപത്തുള്ള മഹല്ലുകളിലെ പള്ളികൾക്കൊക്കെ അയാൾ സഹായം കൊടുക്കും പള്ളി നവീകരണത്തിന്. അപ്പോൾ എന്താ ഉണ്ടാകുന്നത് വെച്ചാൽ സമീപ മഹല്ലുകളിൽ നിന്നാണ് ആദ്യം അയക്ക് വിലക്ക് വരിക എന്ന് അയക്കറിയാം. അപ്പോൾ ഈ മഹല്ലിലെ പള്ളിയുടെ ഇത് കുളം നേരെയാക്കാൻ അല്ലെങ്കിൽ ഈ പള്ളിയുടെ നിസ്കാര ഹാള് നേരെയാക്കാൻ പണം തന്നു കഴിഞ്ഞാൽ പിന്നെ ആ പള്ളിയുടെ മഹലിനും മിണ്ടാൻ പറ്റില്ല, അത് വാങ്ങിക്കഴിഞ്ഞാൽ. അങ്ങനെ കുറേ പേര് ആദ്യമേ ഇങ്ങ് നിശബ്ദരാക്കും. അങ്ങനെ ഒരു വിപണി കേരളത്തിൽ ശക്തിപ്പെട്ടിട്ടുണ്ട്. ഇതിന് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാനിത് നിർത്താം. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം എത്ര കണ്ട് അനാരോഗ്യകരമായിരിക്കുന്നു എന്നതിൻ്റെ കൂടി ലക്ഷണമാണിത്. ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ഒരു തികഞ്ഞ രക്തമൂറ്റലായി മാറിക്കഴിയുകയും അത് വളരെ പ്രകടമായി തന്നെ ഈ രാഷ്ട്രീയ ഹിന്ദുത്വയുടെ ഈ ഒരു പിരീഡ് കൂടി വരുന്നതോട് കൂടിയിട്ട് ഇത്രയും ദീർഘകാലം രാഷ്ട്രീയ ഹിന്ദുത്വയുടെ ഭരണം കഴിയുമ്പോൾ അതിൻ്റെ വർഗീയ പ്രമേയങ്ങളെക്കാൾ രൂക്ഷമായി ജനങ്ങളുടെ മുകളിൽ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമായി നിലനിൽക്കുന്ന ഒന്ന് കോർപ്പറേറ്റ് വിപണികളുടെ ദല്ലാൾ എന്ന നിലയ്ക്ക് നേരിട്ട് പ്രത്യക്ഷപ്പെടാവുന്ന നിലയ്ക്ക് ഇന്ത്യൻ ഭരണകൂടം മാറി. ഇപ്പം ഇന്ത്യൻ ഭരണകൂടത്തിലെ പ്രധാനപ്പെട്ട മന്ത്രിമാർ തന്നെ മോഡൽസാണ്. അവരെല്ലാവരും പ്രധാനമന്ത്രി അടക്കം ഈ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ മോഡലുകളായിട്ട് പരസ്യങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ മാറിയ ഒരു കോർപ്പറേറ്റ് വിപണിയുടെ ലോകത്ത് അത്ര വലിയ കൊടിയ ചൂഷണമാണ് മനുഷ്യൻ അനുഭവിക്കുന്നത്. ആ ചൂഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സമ്പന്നരുടെ ഒരു ചെറിയ വർഗ്ഗം ഒഴിച്ച് ബാക്കി എല്ലാവരും നേരിടുന്ന അരക്ഷിതത്വവും അവരുടെ മാനസിക പ്രശ്നവും അത്ര കഠിനമാണ്. അത്ര തീവ്രമായ ഒരു മാനസികമായ ഇംബാലൻസിലേക്ക് സമൂഹം പോകുമ്പോൾ അതിനെ ചൂഷണം ചെയ്യാവുന്ന ഇത്തരം ഒരു അന്തരീക്ഷത്തിൽ ഈ ആത്മീയ വിപണി വളരുക എന്ന ഇതിൻ്റെ അടിസ്ഥാനപരമായ ഒരു സാമ്പത്തിക ശാസ്ത്ര കാരണം കൂടി ഇതിനകത്തുണ്ട് എന്നതുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതാണ്.